السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الحمد لله. ഒരു ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുകയാണ്. അൽഹംദുലില്ലാ, ഒരുപാട് ആൾക്കാർ ഇത് ഉപകാരപ്പെടുത്തുന്നുണ്ട്, ഇതിൻ്റെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇതിന് വളരെ സന്തോഷമാണ്. ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ, പറഞ്ഞു പിന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ കൂലി നമുക്കും ഒരു കിട്ടുമല്ലോ. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقترب للناس حسابهم وهم في غفلة معرضون ما يأتيهم من ذكر من ربهم محدث إلا استمعوه وهم يلعبون لاهية قلوبهم وأسروا النجوى الذين ظلموا هل هذا إلا بشر مثلكم أفتأتون السحر وأنتم تبصرون. صدق الله. إن شاء الله നമ്മൾ ഇന്ന് 17-ാമത്തെ ജുസ് നമ്മൾ പഠിക്കാൻ പോവാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഇത് സൂറത്തുൽ അംബിയാ സൂറത്ത്. അപ്പോൾ അംബിയാ സൂറത്ത് എന്തിനാണ് അംബിയാ സൂറത്ത് എന്ന് പറയുന്നത്? നമ്മൾ ഇബ്രാഹിം നബിയെ പറ്റി പറഞ്ഞു, മൂസാ നബിയെ പറ്റി പറഞ്ഞു, അങ്ങനെയൊക്കെ ചർച്ച ചെയ്തു. എന്നാലും ഈ സൂറത്തിന് എന്തിനാണ് അംബിയാ സൂറത്ത് എന്ന് ചോദിച്ചാൽ, ഈ സൂറത്തിൽ 17ഓളം പ്രവാചകരെ പറ്റി പറയുന്നുണ്ട്. 17 പ്രവാചകന്മാരെ പറ്റി പരാമർശിക്കത്തുണ്ട് ഇതിൽ. അപ്പോൾ അതിനാണ് അംബിയ സൂറത്ത് എന്ന് മനസ്സിലാക്കണം. ഓക്കെ. അപ്പോൾ സൂറ അംബിയ ഇത് പിന്നെ ഇവിടെ ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത്, അള്ളാഹു പറയുന്നത് പിന്നെ കിയാമത്ത് നാൾ അല്ലെങ്കിൽ അന്ത്യനാൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അടുത്തിരിക്കുകയാണ്. പക്ഷെ ജനങ്ങളത് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? അവർ നെവർ മൈൻഡ് ചെയ്യുന്നുണ്ട്, ഗവനിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്നവിടെ പറയുന്നുണ്ട്. ജനങ്ങൾക്ക് അവരുടെ ഹിസാബ്, അവരുടെ വിചാരണ അടുത്തിരിക്കുന്നു. പക്ഷെ അവർ ഗഫ്ലത്തിലാണ്. ഗഫ്ലത്ത് എന്ന് പറയുമ്പോൾ അവർ അശ്രദ്ധയാണ്, അവർ ശ്രദ്ധിക്കുന്നില്ല. അവർ കാര്യങ്ങളൊക്കെ അതിങ്ങനെ നടന്നുവല്ലോ, അത് വലിയ വിഷയമല്ലല്ലോ എന്ന രീതിയിൽ ശ്രദ്ധിക്കാതെ ഭൗതികമായ വിഷയത്തിൽ ഇടപെട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് അറിയിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗുണോപദേശം, ഒരു ദീനിൻ്റെ വിഷയം അവർക്ക് വന്നു കഴിഞ്ഞാൽ അവർ വഹുമ്യൽ ആബൂൻ, പക്ഷെ അവർക്ക് ഗവനിക്കാതെ അവരുടെ കളിയിലും അവരുടെ ചിരിയിലും ഒക്കെ ആയി. ലാഹിയതൻ ഖുലൂബുഹും വഅസ്റുൻ നജ്വല്ലദീന ളലമു ഹൽ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും അഫതതൂന അസ്സിഹ്റ വഅൻതും തുബ്സിറൂൻ എന്ന് തുറന്ന് പറയുന്നുണ്ട്. അവരുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ അങ്ങും ചിന്തിച്ചും മറ്റുമൊക്കെ ചെയ്ത് അവരിങ്ങനെ പോകുന്നു. അവർ ഖുർആനെ പറ്റി അത് എന്താണ്, അതൊരു എന്താണ്, നമ്മളെന്താ പറയുമ്പോൾ മുമ്പ് പറഞ്ഞു എന്ന് തോന്നുന്നു. ഖുർആൻ അത് കെട്ടിച്ചമച്ചതാണ്, അല്ലെങ്കിൽ അതൊരു മുൻകഴിഞ്ഞ ജനങ്ങളുടെ ചരിത്രമാണ്. നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് ഈ വാദങ്ങളൊക്കെ ഒരു ബേസ്ലെസ്സാണ്, ബേബുനാദിയാണ്. അതായത് കാരണം അങ്ങനെ പറയാൻ കാരണം, നബിത്തങ്ങൾ എന്നുള്ളത് അള്ളാഹുവിൻ്റെ അതൊരു മുഅ്ജിസാണ്, അള്ളാഹുവിൻ്റെ അതൊരു ഖുദ്റത്താണ്. നബിത്തങ്ങൾ എന്നുള്ളത് ഉമ്മിയായ ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ഒരു ഇല്ലിറ്ററേറ്റ് പേഴ്സണാണ്, വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത, വായിക്കാനും ഒന്നും അറിയാത്ത ഒരാളായിരുന്നു. അത് അള്ളാഹുവിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഖദ്റാണ്. കാരണം പ്രവാചകർ വലിയ വിദ്യാഭ്യാസസമ്പന്നനായ ഒരു സാക്ഷരതയുള്ള ഒരാളായിരുന്നുവെങ്കിൽ ഇവർ പറയുന്ന വാദത്തിന് ചില പ്രസക്തി വരും. അങ്ങനെ ഉണ്ടാവാം, റിസർച്ച് നടത്തിയിട്ടുണ്ടാവാം, മറ്റുമൊക്കെ. പക്ഷേ നബിത്തങ്ങൾ ഒന്നും അറിയാതെ ഒരു സാധാ മനുഷ്യനാണ്, ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു. ആ ഒരു മനുഷ്യനെയാണ് അള്ളാഹു പ്രവാചകനായും അവർക്ക് വഹീ മുഖേന ഖുർആൻ എത്തിച്ചു കൊടുത്തത്. എന്തെല്ലാം വിഷയങ്ങളാണ്, കോസ്മോളജിയും ബയോളജിയും ആസ്ട്രോളജി എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് ഖുർആൻ. ഇതെങ്ങനെ നബിത്തങ്ങൾ സംസാരിക്കുന്നു? അത് നബിത്തങ്ങളല്ല, അത് വഹീയാണ്, അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് സാന്ദർഭികം ഞാൻ പറഞ്ഞു എന്നുള്ളൂ.
അപ്പോൾ ഹിസാബ് അവരിലേക്ക് കടക്കുന്നു, അവരിത് ശ്രദ്ധിക്കുന്നില്ല. പിന്നെ അള്ളാഹു പറയുന്നത് 5-6 അവിടെ ആയത്തിൽ പറയുന്നത്, പിന്നെ 6-7 മറ്റുള്ള ആയത്തുകളിൽ അവിടെ വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം, അങ്ങനെ തുറന്ന് പറയുന്നത് നമ്മൾ മുമ്പ് കഴിഞ്ഞ പ്രവാചകന്മാരെ നമ്മൾ അയച്ചത് നമ്മൾ മനുഷ്യന്മാരെയാണ് പ്രവാചകരമായി അയച്ചത്. എന്തുകൊണ്ട് അവർ വിശ്വസിക്കുന്നില്ല? ഇനി നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങളത് വിശ്വസിക്കുന്നില്ലെങ്കിൽ ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വിദ്യാസമ്പന്നനായ മുൻകഴിഞ്ഞ കിതാബുകളൊക്കെ അറിയുന്ന ഒരുപാട് ജനങ്ങളൊക്കെ ഇല്ലേ, അവരോടൊന്ന് ചോദിച്ചു നോക്കി, മുമ്പ് കഴിഞ്ഞ പ്രവാചകന്മാർ അല്ലെങ്കിൽ മലക്ക് വന്നിട്ടുണ്ടോ അതൊക്കെ. അപ്പോൾ ജനങ്ങൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തല്ലോ, എന്ത് പിന്നെ മലക്ക് വന്നൂടെ പ്രവാചകനായി, എന്തിനാണ് മനുഷ്യന്? അപ്പം ഇതിനാണ് ഈ ഇവിടെ പറയുന്നത്. മുമ്പ് കഴിഞ്ഞതൊക്കെ പ്രവാചകന്മാർ വന്നത് അവർ മനുഷ്യന്മാരാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു പറയുന്നത് ഈ പ്രവാചകരും നബിതങ്ങൾ ഒരു എന്താണ് സത്യപ്രവാചകനാണ് എന്ന് പറയുന്ന ഒരു സൂചനയാണ് ഇവിടെ നൽകുന്നത്. ഇനി ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും അഫലാ തഅഖിലൂൻ, അങ്ങനെ തുടർന്നിട്ട് വകം ഖസംനാ മിൻ ഖർയത്തിൻ കാനത് ളാലിമതൻ വഅൻശഅനാ ബഅദഹാ ഖൗമൻ ആഖരീൻ ഫലമ്മാ അഹസ്സു ബഅസനാ ഇദാ ഹും മിൻഹാ യർകുദൂൻ. അങ്ങനെ തുടർന്നിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം നമ്മൾ മെയിൻ വിഷയങ്ങളിങ്ങനെ നമ്മൾ ചർച്ച ചെയ്യാം. ഇനി അവിടെ 22-ാമത്തെ ആയത്തിൽ ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ, അതായത് മുശ്രിക്കീങ്ങൾ അവർ ശരിക്കും പറഞ്ഞാൽ അവർ അള്ളാഹു ഇല്ല എന്നല്ല പറയുന്നത്, അള്ളാഹു ഉണ്ട്, അള്ളാഹുവിൻ്റെ കൂടെ വേറെ ആലിഹത്ത് പിന്നെ ദൈവങ്ങളുമുണ്ട് എന്ന് പറയുന്നു. ഒക്കെ മുശ്രിക്കീങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നത്. അപ്പോൾ അള്ളാഹു ഉണ്ട്, അള്ളാഹു ദൈവനാണ്, അതേപോലെ മറ്റുള്ള ദൈവലും ലാത്താഖുസ് അവർ അത് പിന്നെ എവിടെയാണ് സ്ഥലങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല, എവിടെയാണൊക്കെ ആരാധിച്ചിരുന്നതൊക്കെ. ഏതായാലും അതും ദൈവമാണ്, അള്ളാഹും ദൈവമാണ്. അങ്ങനെയല്ലല്ലോ. അങ്ങനെയാകുമ്പോൾ ഫസാദാവൂലേ? ഇപ്പം നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ ഒരാളാണ് ഒരു വിഷയം ലീഡറാവേണ്ടത്, 2 ലീഡർ അതിൻ്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിൻ്റെ അവകാശം അധികാരം കൊടുത്തു കഴിഞ്ഞാൽ അവർ എങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാവും. ഇത് മഴ വർഷിപ്പിക്കാൻ എനിക്കാണ് ഉത്തരവാദിത്വം, പിന്നെ ഒരു മറ്റൊരു ദൈവം പറയും എനിക്ക് ഉത്തരവാദിത്വം എന്താണ്, ഈ തണുപ്പ് കൊടുക്കാനാണ്. അങ്ങനെ കൊടുത്താൽ മൊത്തത്തിൽ ഒരു ഫസാദാവും, അത് ഡിസോർഡർ ആവും എന്ന് പറയുന്ന ഒരു ആശയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവിടുത്തെ അള്ളാഹ് പറയുന്നത് യഅലമു മാ ബൈന ഐദീഹിം, തുടർന്നിട്ട് വമൻ യഖുൽ മിൻഹും ഇന്നി ഇലാഹും മിൻ ദൂനിഹി ഫദാലിക നജ്സീഹി ജഹന്നം. ദൈവവാദം ഉന്നയിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അള്ളാഹ് പറയാണ്, ഇനി ആരെങ്കിലും ഞാനാണ് ഇലാഹ് എന്ന് പറയുകയാണെങ്കിൽ, അള്ളാഹുവല്ല ഞാനാണ്, അള്ളാഹുവിനെ കൂടാണ്ട് ഞാനാണ് ഇലാഹ്, ഞാൻ ഇലാഹാണ് എന്ന് പറയുകയാണെങ്കിൽ ഫദാലിക നജ്സീഹി ജഹന്നം, അയാൾക്ക് നമ്മൾ ജഹന്നം നരകം റെഡിയാക്കും അയാൾക്കാണത്. കാരണം അത് അവകാശമില്ലാത്ത വിഷയമാണ് അവിടെ പറയുന്നത് അയാൾ. ഇനി ആകാശങ്ങളും ഭൂമിയും അതൊക്കെ വിഷയം അവിടെ പറയുന്നുണ്ട്. വജഅൽനാ ഫിൽ അർളി റവാസിയ, എന്തിനാണ് പർവ്വതങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചത്? അതൊക്കെ ഒരു ബലത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഭൂമിയെ ഒന്ന് നിർത്താൻ വേണ്ടിയാണ്. വജഅൽന സമാഅ സഖ്ഫൻ മഹ്ഫൂള വഹും അൻ ആയാതിഹാ മുഅ്രിദൂൻ. ആകാശങ്ങളെ നോക്കൂ, എത്ര മനോഹരമായ അള്ളാഹു നമുക്ക് മുകളിൽ അതൊരു അഡോൺമെൻറ്റായി, ഒരു ഡെക്കറേഷനായി, അല്ലെങ്കിൽ നക്ഷത്രങ്ങളൊക്കെ തിളങ്ങി നിൽക്കുന്ന സൗന്ദര്യമുള്ള ഒരു മേൽക്കൂര അള്ളാഹു നമുക്കാക്കി തന്നു. അതൊക്കെ ഈ ഒരു ദൃഷ്ടാന്തങ്ങളൊക്കെ അവർ തിരിഞ്ഞുകളയാണ് എന്ന് അള്ളാഹു പറയുകയാണ്. അവരതൊന്നും മനസ്സിലാക്കുന്നില്ല, അവർ ചിന്തിക്കുന്നില്ല. ഇവിടെയാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മക്കൾക്ക് ഇതൊക്കെ ഒരു സയൻസ് പഠിക്കാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കാരണം അവരൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവർ പഠിക്കുകയാണെങ്കിൽ അവർ അള്ളാഹുവിനെ അവരെ കണ്ടെത്തും. وهو الذي خلق الليل والنهار والشمس والقمر كل في فلك يسبحون. ഓക്കെ, ലൈല് നഹാർ, രാത്രി പകൽ, ഇതൊരു ദൃഷ്ടാന്തമല്ലേ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? രാത്രിയാകുന്നു, പകലാകുന്നു, പിന്നെയും രാത്രിയാകുന്നു, അങ്ങനെ തുടർന്ന് അതെങ്ങനെയാണ് അള്ളാഹു സംവിധാനിക്കുന്നത്? ഇനി സൂര്യനെ നോക്ക്, സൂര്യൻ, ചന്ദ്രൻ, അതിൽ എത്ര ഒരു ഇൻ്റർ കണക്ഷനാണ് നിങ്ങൾ നോക്ക്. ആദ്യം അള്ളാഹു ലൈല് പറയുന്നു, അതിന് തുടർന്ന് പിന്നെ പറയുന്നത് നഹാർ പറഞ്ഞതിന് ശേഷം ഷംസാണ്.
നഹാറ് പറയുന്നു, പിന്നെ പറയുന്നത് ഖമറാണ്. ഇൻ്റർ കണക്റ്റഡാണ്. അതൊക്കെ അതിൻ്റെ ഉത്തരവാദിത്വം അത് നിർവഹിച്ചു കൊണ്ടേയിരിക്കും. സൂര്യൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെതായ സ്പീറിൽ കുല്ലും ഫി ഫലക്കിൻ യസ്ബഹൂൻ നിർവഹിച്ചു കൊണ്ടിരിക്കും. വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ അഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്നതൻ വഇലൈനാ തുർജഊൻ. ഇന്നത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നു വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്ന് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, മരണം അത് ഓരോ നഫ്സും ഓരോ ശരീരവും അത് അവർ ടേസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. അവർ രുചി അറിയും മരണത്തിൻ്റെ. എല്ലാവരും മരിക്കും, എല്ലാവരും, അള്ളാഹു ഒഴികെ എല്ലാവരും, എല്ലാ ജീവജാലങ്ങളും മരിക്കും, അവർ രുചിക്കുക തന്നെ ചെയ്യും. അതിനെ തുറന്ന് അള്ളാഹു പറയുന്ന ആയത്ത് വളരെ ഗൗരവമുള്ളതാണ്. വനബുലൂക്കും ബിശ്ശർരി, നിങ്ങളെ ഷർറ് കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. വൽ ഖൈരി, ഖൈറ് കൊണ്ടും പരീക്ഷിക്കും. എങ്ങനെയാണ് ഖൈറ് കൊണ്ട് പരീക്ഷിക്കുക? അള്ളാഹു ഷർറ് കൊണ്ട് നമ്മളെ പരീക്ഷിക്കുകയാണെങ്കിൽ നമ്മൾക്ക് പറയാം അള്ളാഹു നമുക്ക് രോഗം തരും, അല്ലെങ്കിൽ അള്ളാഹു എന്തെങ്കിലും പ്രയാസത്തിലോ ബുദ്ധിമുട്ടത്തിലോ അപകടത്തിലോ നമ്മളെ പെടുത്തും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ നമ്മൾ വനബുലൂക്കും ബിശ്ശർരി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. വനബുലൂക്കും ഖൈരി അല്ലെങ്കിൽ വൽ ഖൈരി ഫിത്നതൻ. എങ്ങനെയാണ് ഖൈറ് കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുക? നമ്മൾ ചർച്ച ചെയ്തതാണ് ആ വിഷയം. എന്നാലും ഞാൻ അടിവരിട്ട് പറയാണ്, അള്ളാഹു നമുക്ക് സമ്പത്ത് തരും, നമ്മൾക്ക് നല്ല ആരോഗ്യം തരും. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ദഈഫ് വഫീ കുല്ലിൻ ഖൈറുൻ. ആരോഗ്യമുള്ള ദൃഢഗാത്രനായ അല്ലെങ്കിൽ നല്ല കഴിവുള്ള സുദൃഢമായ ഒരു ആരോഗ്യമുള്ള ഒരാളെയാണ് അള്ളാഹുക്കിഷ്ടം. മനുഷ്യനെയാണ് അള്ളാഹുക്കിഷ്ടം ആരോഗ്യമില്ലാത്ത ഒരു മുഅ്മിനേക്കാൾ. വഫീ കുല്ലിൻ ഖൈർ, രണ്ടാളിൽ ഖൈറുണ്ട്, രണ്ടാൾ മുഅ്മിനീങ്ങളാണല്ലോ, വിഷയം ഓക്കെയാണ്. ബട്ട് ഖൈർ ആരോഗ്യമുള്ള മുഅ്മിനിനെയാണ് അള്ളാഹുക്കിഷ്ടം. ആരോഗ്യമുള്ള മുഅ്മിന് സോഷ്യൽ സർവീസും ഇബാദത്തുകളും ഒക്കെ ചെയ്യാൻ പറ്റും, അതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പറയുന്ന ഫിത്ന, ഖൈറ് കൊണ്ട് ഫിത്ന, ആരോഗ്യം കൊണ്ട് അള്ളാഹു ഫിത്ന നൽകും, നമ്മളെ പരീക്ഷിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഈ സമ്പത്ത് കൊണ്ട്, അത് വലിയ വിഷയമാണ്. സമ്പത്തിൽ 2 ചോദ്യമുണ്ട്. ഫീമ അൻഫഖ്ത, എവിടെ നിന്നാണ് നമ്മൾ സമ്പാദിച്ചത്, എവിടെയാണ് നമ്മളത് ചെലവഴിച്ചെന്നുള്ള 2 ചോദ്യമുണ്ട് സമ്പത്തിൽ. അപ്പോൾ സാമ്പത്തിക ശുദ്ധി, സാമ്പത്തിക ഒരു ക്ലീൻനെസ്, അത് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണത് മുഅ്മിനിൻ്റെ ഒരു ബാധ്യതയാണ്, ഒരു മുഖച്ചിഹ്നയാണ്. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ ആ വിഷയം നമ്മളെ ഖൈറ് കൊണ്ട് നമ്മൾ പരീക്ഷിക്കപ്പെടും എന്നുള്ളൊരു പാഠം നമ്മൾ ഉൾക്കൊള്ളിക്കണം. അപ്പോൾ ഒരുപാട് സമ്പത്ത് വരുമ്പോൾ നമ്മൾ സന്തുഷ്ടരാവുന്നത് അത് വേണം. പക്ഷെ അതിൻ്റെ കൂടെ നമ്മളൊരു ശ്രദ്ധ നമ്മൾ മറക്കരുത്. എവിടെ നിന്നാണ് നമ്മൾ വന്നത്, ഈ സമ്പത്ത് എന്തിനാണ് അള്ളാഹു തന്നത്, ഇതിൽ നിന്ന് എത്രയാണ് അവകാശം, പാപങ്ങൾക്ക് എത്രയാണ് അവകാശം. അത് വലിയ വിഷയമാണ്. സക്കാത്ത് റമദാനൊക്കെ വരെയാണ്. അപ്പോൾ സക്കാത്തൊക്കെ കൊടുക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുന്നത് കൂടുതൽ റമദാൻ സമയത്താണല്ലോ. അപ്പം അത് ഒന്നുകൂടി ഞാൻ അങ്ങനെ ഓർമ്മപ്പെടുത്താം. ഇനി ജനങ്ങളൊക്കെ അള്ളാഹു റസൂലിനോട് അതുകൊണ്ട് നമുക്ക് മറ്റു മുഅ്ജിസത്ത് കാണിച്ചാൽ എന്നൊക്കെ പറയും. ജനങ്ങൾ അവർ തിരക്ക് കാണിക്കുകയാണ്. അള്ളാഹു പറയുന്നത് ഖുലിഖൽ ഇൻസാനു മിൻ അജൽ, തിരക്കാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് തന്നെ അങ്ങനെയാണ്. എല്ലാം പെട്ടെന്ന് വേണം. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇന്നത് എല്ലാം വളരെ ഇപ്പോൾ 5G ഫോൺ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, അത് പോരാ, 5G വേണം, ഹൈ സ്പീഡാണ് നമ്മൾ. അപ്പം മനുഷ്യന് ഭയങ്കര സ്പീഡാണ്. അപ്പോൾ അവരെങ്ങനെ അള്ളാഹു പറയുകയാണ്, നിങ്ങൾ മനുഷ്യനെ സൃഷ്ടിച്ചത്, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് അജലാണ്, അവനെ തിരക്കിലാണ്. സഉരീക്കും ആയാതി ഫലാ തസ്തഅജിൽ, നിങ്ങൾ തിരക്ക് കാണിക്കരുത്, ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ കാണിച്ചു തരാം എന്നുള്ള ഒരു ആയത്തോടെ പറയുന്നുണ്ട്. അടുത്ത അള്ളാഹു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് 43-ാമത്തെ ആയത്തിൽ. അം ലഹും ആലിഹത്തുൻ തംനഉഹും മിൻ ദൂനിനാ, നമ്മളെ കൂടാണ്ട് അവർക്ക് പ്രയാസങ്ങളൊക്കെ തടയാൻ, പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഒരു ദൈവം അവർക്കുണ്ടോ? ഉണ്ടോ? ലാ യസ്തതിഊന നസ്റ അൻഫുസിഹിം വലാ ഹും മിന്നാ യസ്ഹബൂൻ, അവർക്ക് അവരുടെ നഫ്സിനെ തന്നെ സംരക്ഷിക്കാനാവില്ല. അതായത് മറ്റൊരു ആയത്ത് നമുക്ക് കാണാൻ പറ്റും.
അവരാരാധിക്കുന്നത് അല്ലാഹുവിനല്ലാതെ ബിംബങ്ങൾ ആരാധിക്കുന്നത്, ബിംബങ്ങളെന്ന് പറയുന്നത് അവർക്ക് എന്താണ്, വലാ യദുറുഹും വലാ യൻഫഉഹും, അവർക്ക് ബുദ്ധിമുട്ടിക്കാനും പറ്റൂല, ആരെയും പ്രശ്നങ്ങൾ ഒരു പരീക്ഷിക്കാനോ ബുദ്ധിമുട്ടാക്കാനോ അവർക്ക് പറ്റൂല, അവർക്ക് സഹായിക്കാനും പറ്റൂല. ആ വിഷയം അതാണ് അവിടെ വിഷയം പറയുന്നത്. പിന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദം അലൈഹിസ്സലാമിൻ്റെ, അതേപോലെ എന്താണ് ആദം അലൈഹിസ്സലാം അല്ല, ഇബ്രാഹിം നബിയുടെ ഒരു വിഷയം അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇബ്രാഹിം നബീൻ്റെ പിതാവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച, വളരെ പ്രസിദ്ധമായ ഒരു വിഷയമാണത്. നമുക്ക് ചർച്ച ചെയ്യാം. അതായത് ഇബ്രാഹിം നബി അവരോടൊക്കെ ചോദിക്കുന്നുണ്ട്, ഈ ബിംബങ്ങൾ എന്താണ് നിങ്ങൾ ആരാധിക്കുന്നത്? അങ്ങനെ അവരൊക്കെ അവിടെ നിന്ന് പോകുമ്പോൾ ഇബ്രാഹിം നബി എന്ത് ചെയ്യുന്നുണ്ട്, ആ ബിംബങ്ങളൊക്കെ ഇബ്രാഹിം നബി തകർക്കുന്നു. അങ്ങനെ തകർത്തതിന് ശേഷം ഒരു ബിംബത്തെ മാത്രം ഇബ്രാഹിം നബി ബാക്കി വെക്കുന്നു. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ ജനങ്ങൾ ചോദിച്ചു, മൻ ഫഅല ഹാദാ ബി ആലിഹത്തിന, നമ്മുടെ ദൈവങ്ങളെ കൊണ്ടൊക്കെ നിങ്ങൾ ആരാ ഇതിങ്ങനെ പ്രവർത്തിച്ചത്? ഖാലൂ, അവരൊക്കെ പറഞ്ഞു, മൻ ഫഅല ഹാദാ ബി ആലിഹത്തിന ഇന്നഹു ലമിനൽ ളാലിമീൻ, അവൻ അക്രമിയാണ്. ആരാണിത് പ്രവർത്തിച്ചത്? നമ്മുടെ ദൈവങ്ങളെ ആരാധിക്കേണ്ടതല്ലേ, നമ്മുടെ ദൈവങ്ങളെ ബഹുമാനിക്കേണ്ടതല്ലേ, ശ്രദ്ധിക്കേണ്ടതല്ലേ? ആരാണ് നമ്മുടെ ദൈവങ്ങളെ തകർത്തത്? ഒരു ചോദ്യം തന്നെ പ്രസക്തമാണ്. ഖാലൂ, അപ്പോൾ ഓരോ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞു, സമിഅനാ ഫതൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം, അവർക്ക് പറയുന്നുണ്ട് ഒരു യുവാവായിരുന്നു അന്ന് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു യുവാവ്. ഖാലു ഫഅ്തു ബിഹി അലാ അഅ്യുനിൻ നാസി ലഅല്ലഹും യഷ്ഹദൂൻ, അവനെ കൊണ്ടുവാ, ജനങ്ങൾ പിന്നെ പബ്ലിക്കിലേക്ക് കൊണ്ടുവാ, അവനൊന്ന് കാണട്ടെ. ഖാലു അൻത ഫഅൽത ഹാദാ ബി ആലിഹതിനാ യാ ഇബ്രാഹിം, അപ്പോൾ ഒരു കൂട്ടത്തിൽ ഇബ്രാഹിം നബിയോട് ചോദിച്ചു, അല്ല ഇബ്രാഹിമേ, നീയാണോ ഇത് പ്രവർത്തിച്ചത്? നീയാണോ നമ്മുടെ ദൈവങ്ങളെ തകർത്തത്, അല്ലെങ്കിൽ അതിനെ താഴെ കിട്ടത് നീയാണോ? ഖാല ബൽ ഫഅലഹു കബീറുഹും ഹാദാ ഫസ്അലൂഹും ഇൻ കാനൂ യൻതിഖൂൻ. ഇബ്രാഹിം നബി അവിടെ ഒരു ദഅവത്ത് നടത്താൻ. ഇബ്രാഹിം നബി പറയുന്നത്, അങ്ങനെയല്ലല്ലോ വിഷയം. ഫഅലഹു കബീറുഹും, ആ കൂട്ടത്തിലേ അവിടെ ഇപ്പോൾ ബാക്കിയുള്ള ഒരാളില്ലേ, അതായത് ഒരു ബിംബത്തെ ഇബ്രാഹിം നബി ബാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ വലിയ ബിംബത്തെയാണ് ഇബ്രാഹിം നബി ബാക്കി വെച്ചത്. അപ്പോൾ ഇബ്രാഹിം നബി പറയുന്നത്, വിഷയം അങ്ങനല്ല വിഷയം കേട്ടോ, വിഷയം നിങ്ങൾ ആ വലിയ ആളില്ലേ, അയാളോടൊന്ന് ചോദിച്ചു നോക്കൂ, അയാളാണ് പ്രവർത്തിച്ചത്, ആ വലിയ ബിംബാണ് പ്രവർത്തിച്ചത്. ഖാല ബൽ ഫഅലഹു കബീറുഹും ഹാദാ, ഇതാണ് ഫസ്അലൂഹും ഇൻ കാനൂ യൻതിഖൂൻ, നിങ്ങൾ ചോദിച്ചു നോക്കൂ, അയാൾ സംസാരിക്കുന്നു, അയാൾ പറയുന്നുണ്ടെങ്കിൽ അയാളൊന്ന് ചോദിച്ചു നോക്കൂ. ഇബ്രാഹിം നബി അവർക്ക് ഇൻഡയറക്റ്റായിട്ട് മനസ്സിലാക്കി കൊടുക്കുകയാണ്, അവർക്ക് സംസാരിക്കാനോ അവർക്ക് സഹായിക്കാനോ ബുദ്ധിമുട്ടാക്കാനോ ഒന്നിനും അവർക്ക് കഴിയില്ല, അവർ ദൈവം ആകാൻ അവർക്ക് അർഹതയില്ല, അവർ വെറും ബിംബമാണ്, കല്ലാണ്, മനസ്സിലാക്കി കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞു. ഫറജഉ ഇലാ അൻഫുസിഹിം ഖാലു ഇന്നകും അൻതും ളാലിമൂൻ, അവരൊക്കെ പറഞ്ഞു, ഇതൊന്നും ശരിയല്ല, നീ പ്രവർത്തിച്ചത് തെറ്റാണ്. അങ്ങനെ ഇബ്രാഹിം നബിയെ അഫതഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉകും ശൈഅൻ വലാ യദുറുക്കും, അങ്ങനെ ഇബ്രാഹിം നബി അവരോട് ചോദിക്കുന്നു, നിങ്ങൾ അള്ളാഹിനെ കൂടാണ്ട് നിങ്ങൾക്കൊരു ഉപകാരമില്ലാത്ത, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത, ഒന്നുമല്ലാത്തൊരു സാധനത്തെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ഇബ്രാഹിം നബി ചോദിക്കുന്നു. ഉഫ്ഫില്ലക്കും ഒലിമ തഅബ്ദൂന മിൻ ദൂനില്ലാഹി അഫലാ തഅഖിലൂൻ, നാശമാണ് നിങ്ങൾക്കും നിങ്ങൾ ആരാധിക്കുന്ന ആ ഒരു വസ്തുക്കൾക്കൊക്കെ. എങ്ങനെ, നിങ്ങളൊന്ന് ചിന്തിച്ചൂടെ? അഫലാ തഅഖിലൂൻ, ഒന്ന് മനസ്സിലാക്ക്. ദൈവമാകുമ്പോൾ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവണം, നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മറുപടി തരണം, അല്ലെങ്കിൽ പിന്നെ പരസ്പരം അപ്പുറം ഇങ്ങോട്ട് ഉണ്ടാവുമ്പോൾ അവിടെ ഒരു നീതി ഉണ്ടാവാൻ, അല്ലെങ്കിൽ ഒരു നിയമം ഉണ്ടാക്കാൻ ഒരാൾ വേണം. അങ്ങനെ തുടർന്നിട്ട് അവർക്ക് ശിക്ഷയുണ്ടാകും, അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും. അതൊന്നും ളുറുഹും വലാ യൻഫഉഹും, അവർ നിങ്ങൾക്ക് ഉപകാരമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ലാതെ എന്തിനാണ്, നിങ്ങളൊന്ന് ചിന്തിക്കുക എന്ന് ഇബ്രാഹിം നബി പറയുന്നു. അപ്പോൾ അവർക്ക് പിടിച്ചില്ല. അവർ പറഞ്ഞു, ഖാലു ഹർരിഖൂ, കത്തിക്കണം, ഇബ്രാഹിം നബിയെ കത്തിക്കണം, വലിയ തീ കൂടാരുണ്ടാക്ക്, കത്തിക്ക്. വൻസുറൂ ആലിഹത്തക്കും ഇൻ കുൻതും ഫാഇലീൻ, അവർ പറയുന്ന വാദം അപ്രസക്തമാണ്. ഇവിടെ അവരെ വാക്കിൽ തന്നെ പറയുന്നുണ്ട്. ഖാലു, അവർ പറഞ്ഞു, ഹർരിഖൂ, ഇബ്രാഹിം നബിയെ നിങ്ങൾ കത്തിക്കണം, എന്നിട്ട് വൻസുറൂ, നിങ്ങളെ സഹായിക്ക്, നിങ്ങളെ ദൈവങ്ങൾക്ക് നിങ്ങളെ സഹായിക്കുന്ന്, ദൈവത്തിനെ സഹായിക്കണം. ഇൻ കുൻതും ഫാഇലീൻ ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. എല്ലാവർക്കും അറിയുന്ന ആയത്താണിത്, എല്ലാവർക്കും
എല്ലാ ചെറിയവർക്കും വലിയവർക്കും. കാരണം ഇത് വളരെ പ്രസിദ്ധമായ ഒരു ആയത്താണ്, എല്ലാവരും നമ്മൾ പ്രസംഗത്തിലും മറ്റുമൊക്കെ കേൾക്കുന്ന ഒരു ആയത്താണ്. അപ്പോൾ ഇബ്രാഹിം നബിയെ കത്തിക്കാൻ അവർ ഇറങ്ങി. ഇബ്രാഹിം നബി തീയിലിട്ടു. പക്ഷെ അള്ളാഹ് പറഞ്ഞു, യാ നാറോ തീയേ കുനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, നീ ഇബ്രാഹിം നബിക്ക് നിൻ്റെ അവർ ശക്തിയെ നീ പ്രകടിപ്പിക്കരുത്, നീ തണുപ്പാവണം, നീ ഒരു സലാമത്താകണം, ശാന്തിയാകണം. അങ്ങനെ അവരുടെ ശ്രമമൊക്കെ പരാജയപ്പെട്ടു. ആ വിഷയമാണ് അവിടെ. അടുത്ത വിഷയം നമ്മുടെ ലൂത്ത് നബിയെ പറ്റി പറയുന്നു. വനജ്ജൈനാഹു വലൂതൻ ഇലൽ അർളിൽ ലതീ ബാറക്നാ ഫീഹാ ലിൽ ആലമീൻ വവഹബ്നാ. അങ്ങനെ ഇസ്ഹാഖ് നബിയെ പറ്റി പറയുന്നു. ലൂത്ത് നബിയുടെ വിഷയം നമ്മൾ ചർച്ച ചെയ്തതാണ്, ചെറുങ്ങനെ നമ്മൾ ആവർത്തിക്കുന്നില്ല. അങ്ങനെ വിഷയം അവിടെ അതാണ്. ഇബ്രാഹിം നബിയുടെ വിഷയം അവിടെ അവസാനിക്കുന്നു. പിന്നെ ഒരായത്തുണ്ട്. ഈ സുലൈമാൻ നബിയുടെ വിഷയം അവിടെ പറയുമ്പോൾ ഒരു ആയത്തവിടെ പറയുന്നുണ്ട്, 79-ാമത്തെ ആയത്ത്. അത് നമ്മുടെ മക്കൾക്കൊക്കെ ഹിഫ്ലാക്കണം. നമ്മളെ മാതാപിതാക്കൾ തർബിയത്ത് അവരുടെ ഉത്തരവാദിത്തമാണല്ലോ. മക്കൾ മാതാപിതാക്കൾക്കുള്ള അമാനത്താണ്. നമ്മൾ മുമ്പ് ഒരു പരീക്ഷണമാണ്. അതേപോലെ തന്നെ അള്ളാഹു നൽകിയ ഒരു ഉത്തരവാദിത്വമാണ് മക്കൾ. ആ മക്കളെ സംരക്ഷിക്കുന്നൊരു മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അവർക്ക് ഈ ആയത്ത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അവർക്ക് നല്ല ഹിഫ്ലിനും നല്ല ഏത് മരമണ്ടനും എന്ന് മനസ്സിലാക്കണം. നമ്മൾ കിതാബിലൊക്കെ കാണാൻ പറ്റും. കിതാബിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും മുതഅല്ലിമീങ്ങൾക്കും ഉസ്താദുമാർക്കൊക്കെ അറിയാവുന്ന ഒരു ഗ്രന്ഥമാണ്. ഞാനിത് ഓർക്കുന്നില്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, എന്നോട് ഒരാൾ സജസ്റ്റ് ചെയ്താണത്. ഫഫഹംനാഹ സുലൈമാന വകുല്ലൻ ആതൈനാ ഹുക്മൻ വഇൽമ വസഖർനാ മഅ ദാവൂദൽ ജിബാല യുസബ്ബിഹ്ന വത്വയ്റ വകുന്നാ ഫാഇലീൻ. ഈ ആയത്ത് നമ്മളെ കുട്ടികൾക്ക് അവർ പഠിപ്പിച്ചു കൊടുക്കുകയും അവർ ഹിഫ്ള് ചെയ്യുകയും ബൈഹാറ്റ് ചെയ്യുകയും എന്നിട്ട് ദിവസം രാവിലെ ഒരു 10 പ്രാവശ്യം പറഞ്ഞാൽ ഒരു നല്ല ഹിഫ്ളും നല്ല പരീക്ഷയിലും മറ്റൊക്കെ നല്ല വിജയം ഉണ്ടാവും. അള്ളാഹു നമ്മുടെ കുട്ടികളെ നല്ല വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ ഈ സുലൈമാൻ നബിക്ക് അള്ളാഹു എന്താണ് ഒരു മുഅ്ജിസത്ത് കൊടുത്തത് നമുക്കറിയാലോ. സുലൈമാൻ നബിക്ക് അള്ളാഹു കൊടുത്തത് കാറ്റാണ്. കാറ്റ് ശക്തിയാണ്. അഥവാ സുലൈമാൻ നബി വിചാരിക്കുമ്പോൾ കാറ്റ് എന്ത് ചെയ്യും, ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ഒരു കാറ്റ് എന്നുള്ള ഒരു അള്ളാഹു അവർ സുലൈമാൻ നബിക്ക് കീഴടക്കി കൊടുത്തു. ഇനി നമ്മൾ പറയുന്നത് അയ്യൂബ് നബിയെ പറ്റി നമുക്കറിയാം. അയ്യൂബ് നബി രോഗം കൊണ്ട് ബുദ്ധിമുട്ടായി. അപ്പോൾ 83-ാമത്തെ ആയത്തിൽ അള്ളാഹു അവിടെ പറയുന്നുണ്ട്. 83-ാമത്തെ ആയത്തിൽ വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മതൻ മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ. അയ്യൂബ് നബിയെ പറ്റി പറയുന്നുണ്ട്. അയ്യൂബ് നബിക്ക് രോഗം കൊണ്ട് ബുദ്ധിമുട്ടായി, അങ്ങനെ നല്ലോണം പറ്റാണ്ടായി. അവസാനം ഒന്നിനും കഴിയാത്തപ്പോൾ അയ്യൂബ് നബി വിളിച്ച് പറയുന്നത്, യാ റബ്ബ് അന്നി മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീം. നബി അല്ലാഹുവേ, നീ റഹ്മാനാണ്, അർഹമുർ റഹീമാണ്, എനിക്ക് പ്രയാസം പറ്റിയിട്ടുണ്ട് അല്ലാഹ്. അങ്ങനെ ആ ഒരു പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുകയും വളരെ നല്ല മുമ്പുള്ളതിനേക്കാൾ വളരെ നല്ല ആരോഗ്യവും മറ്റുമൊക്കെ അല്ലാഹു നൽകുകയും ചെയ്തു. അപ്പോൾ അല്ലാഹുവിനെല്ലാം കഴിവുള്ളവനാണ്. അല്ലാഹുവാണ് സംവിധാനം ചെയ്തത് എല്ലാം. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യുന്നുണ്ട്. നോക്കാം അടുത്ത സൂറത്തിൽ നമ്മൾ അത് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. ഇതിൻ്റെ അവസാനം ആയത്ത് പറയുന്നുണ്ട്, ഹജ്ജ് സൂറത്തിൻ്റെ അവസാനം. അടുത്ത സൂറ ഹജ്ജാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ഇതിൽ നല്ലോണം പറയുന്നുണ്ട്. അപ്പോൾ അതിനാണ് ഇവിടെ ഹജ്ജ് എന്ന് സൂറയുടെ പേര് വെച്ചത്. അപ്പോൾ ആദ്യം ഇവിടെ പറയുന്നത് എന്താണ്, ഈ ഖിയാമത്ത് നാളിനെ പറ്റി നല്ലോണം അതിൻ്റെ ഭയാനകതയെ പറ്റിയൊക്കെ അള്ളാഹു ഇവിടെ പറയുന്നു. യാ അയ്യുഹന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅതി ഷൈഉൻ അദീം. വലിയ വിഷയമാണ് ഖിയാമത്ത് നാളെന്നുള്ളത്. അത് ഭയാനകമാണ്. ആ ദിവസത്തെ ഒരു സൽസലത്ത്, അന്നത്തെ ദിവസത്തെ എന്താ പറയുക, ഒരു അന്നത്തെ ദിവസത്തെ ഒരു കുലുക്കം, അത് വലിയ വിഷയമാണ്. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളഅത്തിൻ അമ്മാ അർളഅത് വതളഉ കുല്ലു ദാതിൻ ഹംലി. അങ്ങനെ തുടർന്നിട്ട് ആ ദിവസത്തെ ഭയാനതയെ പറ്റി അവിടെ പറയുന്നുണ്ട്. ആദ്യം അത് നമ്മൾ നീണ്ടു കിടക്കുന്നില്ല. എന്നിട്ട് പിന്നെ 4-ാമത്തെ 5-ാമത്തെ ആയത്തിൽ പറയുന്നത് നമ്മുടെ
ഒരു മനുഷ്യന് ജനിക്കുന്നത് അത് ഒരു ജനനത്തെ ഒരു പ്രോസസ്സ് അള്ളാഹു പറയാം. യാ അയ്യുഹന്നാസ് ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്. നിങ്ങൾക്ക് പുനർജീവത്തെപ്പറ്റി നിങ്ങൾക്ക് സംശയമുണ്ടോ? പുനർജീവനം നിങ്ങൾക്ക് അള്ളാഹു ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് രണ്ടാമത് അള്ളാഹു പുനർജീവിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. യാസീനിലൂടെ പറയുന്നുണ്ട്. നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരാൾ വന്ന് നബി തങ്ങളോട് ചോദിക്കുക, അല്ല നബിയെ, എങ്ങനെയാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിക്കുന്നത് രണ്ടാമത് വീണ്ടും? ഒരു എല്ല് കഷ്ണം എന്തോ പൊടിച്ചിട്ട് ഒന്ന് ചോദിക്കുകയാണ്, എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്? അപ്പം നബി തങ്ങൾ അങ്ങോട്ട് മറുപടി പറഞ്ഞത്, എങ്ങനെയാണോ അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത്, ആദ്യം അള്ളാഹു ഒന്നുമല്ലാതെ നിന്ന് അള്ളാഹു സൃഷ്ടിച്ച ഒരാളെ പിന്നെ അള്ളാഹു രണ്ടാമത് സൃഷ്ടിക്കുന്നത് എന്താണ് പണിയാണുള്ളത്, അത് മനസ്സിലാക്കാനുള്ള ഒരു സിമ്പിളായ വിഷയമാണ്. അപ്പോൾ ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്, പുനർജീവനത്തെപ്പറ്റി നിങ്ങൾക്ക് സംശയമുണ്ടോ? ഫഇന്നാ ഖലഖനാകും മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ മിൻ അലഖ സുമ്മ മിൻ മുദ്ഗത്തിൻ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖ ലിനുബയ്യിന ലക്കും. ഇത് നമ്മുടെ ഈ ഡോക്ടേഴ്സിന് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന, ഇത് പഠിക്കണം. ഈ ഖുർആൻ കോഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം ഞാൻ ആഗ്രഹിക്കുന്നത്, ഇത് നമ്മളൊരു ചെറിയ ചെറിയ സൂചനകൾ തരാണ്. ഇതിൽ ഡോക്ടേഴ്സ് ഉണ്ടാവാം, എൻജിനീയേഴ്സ് ഉണ്ടാവാം, പിന്നെ സയൻസ് പഠിക്കുന്ന ആൾക്കാരുണ്ടാവാം, വിദ്യാർത്ഥികളായ ആൾക്കാർ, അവർക്കൊക്കെ ഇതൊരു വലിയൊരു വെളിച്ചമാവും. ഖുർആനിൽ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതിൽ നമ്മളിങ്ങനെ ഡീപ്പായിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഒരുപാട് നമ്മൾ റിസർച്ച് ചെയ്യാൻ പറ്റും, പേപ്പേഴ്സുകളൊക്കെ സബ്മിറ്റ് ചെയ്യാൻ പറ്റും, ഡോക്ടറേറ്റ് വിഷയങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താനും പറ്റും. ഖുർആനാണ് എല്ലാ വിഷയം. ഖുർആനാണ് എല്ലാ ഇൽമുകളും ഖുർആൻ ലഭ്യമാണ്. അപ്പോൾ അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇവിടെ അള്ളാഹു പറയുന്നത്, മനുഷ്യൻ അള്ളാഹു മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് ആദ്യം, പിന്നെ നുത്ഫത്ത്, പിന്നെ അലഖത്ത്, രക്തകഷ്ണം, പിന്നെ രക്തക്കട്ടി, പിന്നെ മാംസക്കട്ടി, അങ്ങനെ ഓരോരോ ഘട്ടം അള്ളാഹു പറയുന്നുണ്ട്. എന്നിട്ട് ഒനുഖിറു ഫിൽ അർഹാമി മാ നശാ ഇലാ അജലിൻ മുസമ്മ. അള്ളാഹു ഉദ്ദേശിക്കുന്ന കാലഘട്ടത്തോളം അള്ളാഹു ഗർഭപാത്രത്തിൽ മനുഷ്യൻ ഈ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ അള്ളാഹു അവിടെ സ്ഥാപിക്കും. സുമ്മ നുഖ്രിജുക്കും തിഫ്ല എന്ന് ഒന്ന് സുഹൃത്തുക്കളെ, നമ്മൾ പഠിതാക്കളാണല്ലോ, നമ്മളൊന്ന് ഇരുന്ന് ചിന്തിക്ക്. നിങ്ങൾ ഓരോരുത്തരും എങ്ങനെയാണ് ഈ ദുനിയാവിലേക്ക് വന്നത്? എവിടെയായിരുന്നു നമ്മുടെ കോലം എങ്ങനെയാണ്? അള്ളാഹു നമ്മുടെ കണ്ണ് തന്നു, അവിടെ കണ്ണിനുള്ള ഹോൾസ്, ചെവിക്കുള്ള ഹോൾസ്, അങ്ങനെ പിന്നെ നമ്മുടെ വായ, ഇതൊക്കെ അള്ളാഹു നമുക്ക് സൃഷ്ടിച്ചത്, നമ്മൾ ഉണ്ടാക്കിയത്. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹ്. നമ്മളൊന്ന് തിരിച്ചറി, ഒന്ന് മനസ്സിലാക്കി, നമ്മളൊന്ന് ബാക്കോട്ട് പോകും. ഹസിബു ഖബ്ല അൻ തുഹാസബു. നമ്മളൊക്കെ ഈ സൂപ്പർ സ്റ്റാർസ് അവരൊക്കെ പറയുന്നത് പോലെ എന്താണ്, ലൈഫ് ഈസ് എ ഗെയിം, ജീവിതം ഒരു കളിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ലല്ലോ. ജീവിതം ശരിക്കും പറഞ്ഞാൽ നമ്മളെക്കൊണ്ട് കളിക്കാൻ, നമ്മളത് മനസ്സിലാക്കണം. നമ്മളൊന്ന് നമ്മളെ കൈ, നമ്മുടെ ചെവി, നമ്മുടെ കണ്ണ്, ഇതൊക്കെ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളാണല്ലോ. നമ്മളത് ഇരുന്ന് ചിന്തിക്കണ്ടേ? നമ്മൾ പഠിക്കണ്ടേ? അള്ളാഹു നാളെ നമ്മളോട് ചോദിക്കില്ല, ഇതൊക്കെ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ പഠിക്കാത്തത്? ഇന്നാ ഖലഖനാകും മിൻ തുറാബ്, നിസാരം, മണ്ണിൽ നിന്ന്, സുമ്മ മിൻ നുത്ഫ, സുമ്മ മിൻ അലഖ, സുമ്മ മിൻ മുദ്ഗ, സുമ്മ മിൻ മുദ്ഗത്തിൻ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖ ലിനുബയ്യിന ലക്കും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അള്ളാഹു ആദ്യം നബി സൃഷ്ടിച്ചത്, ഈസ നബിയെ സൃഷ്ടിച്ചത്, പിന്നെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത പിന്നെ എന്താണ് ആ വിഷയം, അതായത് വളരെ പ്രായത്തിലെത്തിയ, വാർദ്ധക്യത്തിലെത്തിയ ഒരു കുടുംബത്തിന് അള്ളാഹു നൽകിയ കുട്ടി. അതൊക്കെ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്, സർവശക്തനാണ്. وَنُقِرُّ فِي الْأَرْحَامِ مَا نَشَاءُ إِلَى أَجَلٍ مُّسَمًّى ثُمَّ نُخْرِجُكُمْ طِفْلًا. കുട്ടിയായി അള്ളാഹു പുറത്തു കൊണ്ടുവരും. ثُمَّ لِتَبْلُغُوا أَشُدَّكُمْ وَمِنكُم مَّن يُتَوَفَّى وَمِنكُم مَّن يُرَدُّ إِلَى أَرْذَلِ الْعُمُرِ لِكَيْ لَا يَعْلَمَ مِن بَعْدِ عِلْمٍ شَيْئًا. അത് വലിയ സീരിയസ് ഉള്ള വിഷയമാണ്. ചില ആൾക്കാർ അള്ളാഹു പെട്ടെന്ന് മരിപ്പിക്കും. കുട്ടി പ്രസവിപ്പിച്ച് അപ്പം തന്നെ അള്ളാഹു മരിപ്പിക്കും. ചിലരെ അള്ളാഹു ഒരു യുവാക്കളാവുമ്പോൾ മരിപ്പിക്കും. ചില ആളുകളെ വയസ്സാ മരിപ്പിക്കും. പക്ഷെ ചില ആളുകളെ അർദലിൽ ഉമർ, വാർദ്ധക്യത്തിൻ്റെ കൊടുമുടിയിലേക്ക് അള്ളാഹു എത്തിക്കും. അതായത് എങ്ങനെയെന്ന് വെച്ചാൽ ലിക്കയിലായ അലമിൻ ബഅദി ഇൽമിൻ ഷൈഅ,
ഒരു കുട്ടിയെപ്പോലെ ഒന്നും അറിയാതെ വെറുതെയുള്ള ഒരു 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 ജഡം, ഒരു ശരീരം. അയാൾക്കൊന്നും അറിയുന്നില്ല, തിരിച്ച് അങ്ങോട്ട് നോക്കാനോ ഒന്നും അറിയില്ല. അയാൾ അത്രയും വാർദ്ധക്യം, ഒന്നിനും കൊള്ളാത്ത, ഒരു ഉപകാരത്തിനില്ലാത്ത ഒരു മനുഷ്യൻ. അള്ളാഹു അത്തരത്തിൽ ആ ഒരു സാഹചര്യത്തൊട്ട് നമ്മൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം എപ്പോഴും. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അർദലിൽ ഉമർ. അത്രയും വാർദ്ധക്യത്തിൽ നമ്മൾ ഉണ്ടാവുന്ന സമയത്ത് നല്ല ആരോഗ്യത്തോടു കൂടെ, ഇസ്സത്തോടു കൂടി, ഇസ്തിഖാമത്തോടു കൂടി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ അത് ആ വിഷയമാണ് അവിടെ ആ ചർച്ച ചെയ്യുന്നത്, മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഒരു പ്രോസസ്സിനെ പറ്റിയിട്ട്. ഇനി അടുത്തത് നമ്മൾ ഇബ്രാഹിം നബി, നമ്മളൊക്കെ അറിഞ്ഞ വിഷയമാണത്, ഇത് അറിയുന്ന പഠിച്ചതാണ്. ഇബ്രാഹിം നബി അന്ന് നമ്മളെ വിളിച്ചിട്ടുണ്ട്. അള്ളാഹ് പറഞ്ഞതാണ്, وإذ بوأنا لإبراهيم مكان البيت ألا تشرك بي شيئا وطهر بيتي للطائفين والقائمين والركع السجود وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. നമ്മളൊക്കെ അതിൽപ്പെട്ടെ, നമ്മൾ ഹജ്ജ് പോയ ആൾക്കാർ, ഇൻഷാ അല്ലാഹ് പോകുന്ന ആൾക്കാർ, അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. നമ്മളൊക്കെ അതിലുണ്ട്. ഇബ്രാഹിം നബിയോട് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിളിക്കണം, ഹജ്ജിക്ക് ജനങ്ങളോട് വിളിക്കണം. അപ്പോൾ ഇബ്രാഹിം നബി ചോദിച്ചു, അല്ല അള്ളാഹുവേ, ഞാനിവിടെ വിളിച്ച് ആര് കേൾക്കാനാ? അള്ളാഹ് പറഞ്ഞത്, ഫഇന്നമ അലൈക, നിങ്ങൾക്ക് പറയാനുള്ളതേ ഉള്ളൂ ഉത്തരവാദിത്തം, എത്തിക്കാനുള്ള ഉത്തരവാദിത്തം എൻ്റെതാണ്. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. ലോകത്തിൻ്റെ പല ഇപ്പം നമ്മുടെ ഹജ്ജൊക്കെ കാണാം, നമുക്ക് പാകിസ്ഥാൻ, അങ്ങ് പിന്നെ അമേരിക്ക, നോർത്ത് അമേരിക്ക, ഇങ്ങോട്ട് താഴെ പിന്നെ എന്താണ് ബ്രസീൽ, ഓസ്ട്രേലിയ, പിന്നെ യൂറോപ്പിൻ്റെ ആൾക്കാർ, ഗ്രീസിൻ്റെ ആൾക്കാർ, പിന്നെ റഷ്യയുടെ ആൾക്കാർ, പിന്നെ എന്താണ് ജപ്പാനീസ്, ചൈനീസ്, പിന്നെ ഇങ്ങോട്ട് താഴെ വരുമ്പോൾ ഇന്ത്യൻസ്, മാൽഡീവ്സ്, എല്ലാത്തിൻ്റെ ആൾക്കാർ അവിടെ വരുന്നുണ്ട്. അള്ളാഹു പിന്നെ അതൊരു സമ്മേളനമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കഴിവുള്ള ആൾക്ക് അത് ചെയ്യണേ. അത് പിന്നെ ഒരു നിർബന്ധമായൊരു കാര്യമാണ്. കഴിവുള്ള ആൾക്ക് ഇൻഷാ അല്ലാഹ് ആ വിഷയം അതവിടെ പറയുന്നുണ്ട്. അത് വിഷയം നമ്മൾ അവസാനിപ്പിക്കുകയാണ്, സമയമായിട്ടുണ്ട്. അടുത്ത ഒരു 35-ാമത്തെ ഒരു ആയത്ത് നമ്മളെ ലവിനെ പറ്റി പറയണം. ലവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. الذين إذا ذكر الله وجلت قلوبهم والصابرين على ما أصابهم والمقيم الصلاة ومما رزقناهم ينفقون. നമ്മളേറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഭാര്യ, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ്, അല്ലെങ്കിൽ നമ്മുടെ മകൻ, സഹോദരൻ, സഹോദരി, നമ്മളെ പ്രിയപ്പെട്ട ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവരിപ്പോൾ ഇവിടെ ഇല്ലയെന്ന് വിചാരിക്കുക, എവിടെ പുറത്താണ്. അപ്പോൾ അവരെ പറ്റി ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് വലിയ മതിപ്പായിരിക്കും, മനസ്സിലൊരു കുളിർമ വരും. അങ്ങനെ അള്ളാഹിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഹൃദയം പിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മുഅ്മിനാണ്. അള്ളാഹ് പറയാണ്, അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, അള്ളാഹിനെ പറ്റി പറയപ്പെട്ടാൽ വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പടക്കും. നമ്മളൊക്കെ അങ്ങനെ ആയിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ, അതേപോലെ നമ്മുടെ നബിതങ്ങളെ പറ്റി പറയുമ്പോൾ, സല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, പ്രവാചകരെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഖൽബിലേക്ക് ഈമാൻ വരണം. എത്രയൊക്കെ ത്യാഗങ്ങളാണ് ഉമ്മത്തി എന്ന് പറഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞ നമ്മുടെ നേതാവ് സല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അവരൊക്കെ നബിതങ്ങളെ പറ്റി പറയുമ്പോൾ, അള്ളാഹുവിനെ പറ്റി നമ്മളോട് പറയുമ്പോൾ, വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പടക്കും. എന്നിട്ട് വസ്വാബിരീന അലാ മാ അസ്വാബഹും, ക്ഷമിക്കുന്ന ആൾക്കാർ, ക്ഷമാശീലന്മാർ. അത് ക്ഷമ എന്ന് പറയുമ്പോൾ പ്രയാസങ്ങളുണ്ടാവുമ്പോൾ നമ്മുടെ തെറ്റിൽ നിന്ന് ക്ഷമിക്കുക, അതൊക്കെ ഒരു ക്ഷമയാണ്. പിന്നൊരു വിഷയം, വൽ മുഖീമിസ് സ്വലാത്ത്, നിസ്കാരം നിലനിർത്തുന്ന ആൾക്കാർ. നിസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള മുനാജാത്താണ്, നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, അള്ളാഹുവിനോടുള്ള സംസാരം. അപ്പം നിസ്കരിക്കുന്ന ആൾക്ക് ഇത് കിട്ടൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിസ്കരിക്കുന്ന ആൾക്ക്, അതുപോലെ വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, സമ്പത്ത് ദാനധർമ്മം ചെയ്യുന്ന ആൾക്കാർക്ക്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അടുത്തത് നമ്മുടെ ഹജ്ജുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അവിടെ നമ്മളെ ഈ എന്താ പറയുക, നമ്മൾ
ഈ ദാനം ചെയ്യുന്ന എന്താ പറയുക ഈ ഇറച്ചികൾ മറ്റുമൊക്കെ അതൊന്നും അള്ളാഹ്ക്ക് വേണ്ടല്ലോ. പിന്നെന്തിനാണ് നമ്മൾ ഈ ഖുർബാൻ ആ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ എന്തിനാണ് ഒരു ചോദ്യം ഒരു പ്രസക്തമാണല്ലോ. അള്ളാഹ്ക്ക് എന്തിനാണ് ഈ മാംസം? സത്യം പറഞ്ഞാൽ അള്ളാഹ് പറയാണ് ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. എത്ര മനോഹരം. അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ ഇറച്ചി വേണ്ട, അത് നിങ്ങൾക്കാണല്ലോ. നമ്മളാണല്ലോ ഭക്ഷണം കഴിക്കുന്നത്, അതിൻ്റെ ചോരയൊന്നും അള്ളാഹ്ക്ക് വേണ്ട. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങളെ അള്ളാഹു പറഞ്ഞല്ലോ അറുക്കാൻ. യാ അല്ലാഹ് സമിഅനാ അത്അനാ, നമ്മൾ കേട്ടു, നമ്മൾ അനുസരിക്കുന്നു. അത് തഖ്വയാണ്. അള്ളാഹ് പറഞ്ഞ ഇംതിസാലു അവാമിരില്ല, നമ്മളത് ചെയ്യുന്നു, അതാണ് തഖ്വ. അത് അള്ളാഹ്ക്ക് ഉള്ളതാണ്. അള്ളാഹ് കിട്ടും. അള്ളാഹു നമ്മളിന്ന് എന്താ പറയുക, നമ്മളെ നോക്കുന്നത് തഖ്വയുണ്ടോ എന്നാണ്. ഏതായാലും നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അവസാനം ഒരു ആയത്ത് നമ്മൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ലാസ്റ്റത്തെ അവസാനത്തെ ആയത്ത് നമ്മൾ എടുക്കാം. അത് നമ്മൾ അവസാനിപ്പിക്കുക. ഏതായാലും ഹജ്ജ് സൂറത്തിൻ്റെ അവസാനത്തെ ആയത്ത് എന്താണ്? വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദി എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ തുടർന്നിട്ട് ഫഅഖീമുസ് സലാത വആതുസ് സകാത വഅ്തസിമു ബില്ലാഹി ഹുവ മൗലാക്കും ഫനിഅമൽ മൗലാ വനിഅമൻ നസീർ. അത് നമ്മളൊന്ന് വേറൊരർത്ഥത്തിൽ നമ്മൾ എടുക്കണം. ഒന്ന്, അള്ളാഹ് നമ്മളോട് പറയാണ്, നിങ്ങളുടെ നിസ്കാരം നിലനിർത്തണം, സകാത്ത് നിങ്ങൾ കൊടുക്കണം, അള്ളാഹിൻ്റെ മാർഗ്ഗം നിങ്ങൾ പിടിച്ചു നിൽക്കണം, നിങ്ങൾ എന്താ പറയുക ഇസ്തിഖാമത്തോടു കൂടെ നിൽക്കണം. ഹുവ മൗലാക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹുവാണ് നമ്മുടെ മൗല. നമ്മുടെ മൗല, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അള്ളാഹുവാണ്. അള്ളാഹു എന്ന് പറയുമ്പോൾ സർവ്വതും അറിയുന്ന സർവജ്ഞനും സർവധിപനുമായ അള്ളാഹുവാണ് നമ്മുടെ മൗല എന്നുള്ള ചിന്ത നമ്മളിലേക്ക് വന്നാൽ ഫനിഅമൽ മൗല വനിഅമൻ നസീർ. അല്ല മതി. നമ്മൾക്ക് ഏത് പ്രയാസങ്ങൾ ഒന്നും ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ വന്നത് നമുക്കൊരു നെവർ മൈൻഡ് ആവും, നമ്മൾ ചെയ്യും. അപ്പോൾ നമുക്ക് നന്മ സംഭവിച്ച അൽഹംദുലില്ലാഹ്, എന്തെങ്കിലും മോശം സംഭവിച്ച ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ യക്ഫി. അപ്പോൾ നമ്മുടെ മുഅ്മിനാവണം. അള്ളാഹു നമ്മളെ മുഅ്മിനീങ്ങളിലും മുത്തഖീങ്ങളിലും അള്ളാഹു പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. اللهم انصر إخواننا في فلسطين. آمين يا رب العالمين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.